മേരിമേ, നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും വരപ്പിച്ച് വലതുകാലം ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കണി മേരിമേ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളിമേടെ ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കനെ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയെ കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. ഇതാണോ ഡേയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്, ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ ഡേയ്സിയും കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്കത്ത് എനിക്കറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന് ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കിയ തന്റെ പൊണ്ണത്തടി ഉണ്ടല്ലോ, കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ അപ്പൂ. ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും ഗുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാടാ ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക് അടിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇയാളിപ്പോ എന്തിനെങ്ങനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചുകള. രാമനാഥനോടെന്നല്ല, എവനോട് ആറ്റുവാക്കാർ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നെറിവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ. എല്ലാ കള്ളപ്പന്നികളും അടിച്ചു നിർത്തണം.
പരിപാടി സിറ്റിക്ക് പുറത്തേക്ക് പറഞ്ഞേക്കുമെന്ന് അവൻ വന്ന് നിരത്തുന്നത് കണ്ടോ? ചെന്ന് മേടിച്ചോ. ആ തെണ്ടി കഴിവുറവൻ ഇങ്ങനെ അറിഞ്ഞു വന്നതാ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് വണ്ടിക്ക് തലപ്പെടാൻ നോക്ക്. സാറേ, സാറിനെ പോത്തൻകോട്ടേക്ക് അന്വേഷണത്തിന് അയച്ചത് ഈ തന്തയിലാഴ് കാണിക്കാനായിരുന്നു അല്ലേ? സാറേ, ആണുങ്ങളായ നേർക്ക് നേരെ വരണം. ആണും പെണ്ണും കെട്ടവരോടത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പട്ടിയെ തല്ലിയ പല്ലിങ്കരിയും കാണാന്നല്ലണ്ടേ. എടോ ആറ്റു ആന്റണി, രാമനാഥന്റെ തനി സ്വഭാവം തനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പൗത്തിനെ പോലെ തടിച്ചു വീർത്ത തന്റെ ഈ പിത്ത തടിയുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. കയറിപ്പോടും. ഡെയ്സി മോളെ, എങ്ങോട്ടാ പോണേ? വീണ്ടും ഒളിച്ചോടാനാ ഭാവല്ലേ? വല്യമ്മച്ചി, നിന്നെ വെളിയിലോട്ട് ഇറക്കരുതെന്ന് പറഞ്ഞിട്ടാ നിന്റെ തള്ള മൂശേട്ടമേരി പോയത്. മോള് കരയണ്ട. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഈ വല്യമ്മച്ചിക്ക് ശരിക്കും അറിയാം. പണ്ട് നിന്റെ വല്യപ്പച്ചൻ പായ്ക്കകത്ത് ചുരുട്ടിയാ എന്നെ വീട്ടിൽ നിന്ന് കടത്തിയത്. അവൻ വരുമോ? അടുക്കളക്കാരി കാണുന്നതിന് മുമ്പ് പോയിക്കോ. ഭഗവാനെ കാത്തോളനെ. സംഭവം ചള അവിടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അത് തന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പനെ ഒരുപാട് അടിച്ചുല്ലേ? ഇനിയും കൂടുതൽ അടികിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡൈസിയുടെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെന്തിരുന്ന് അതിൽ തിന്ന് സംസാരിക്കും. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. ഭർത്താവേ, ദേ വല്യപ്പച്ചൻ. നമുക്ക് ഓടിയാലോ? നേരെയാ. പോലീസ് എസ്കോർട്ടോട് കൂടിയാ വരുന്നത്. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? അയ്യോ, ബാഗ്. ആന്റപ്പനുണ്ടോ മോളെയാത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളിക്കും. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ മനപ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവാക്കാരെ കുടുംബമായുമോ നിനക്ക് അറിയാവുന്നതല്ലേ? ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിയപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ആ വേലക്കാരി പിന്നെ ഇവിടെ ഇല്ലേ? കല്യാണിയെ അടിയിലേക്ക് ഇറക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയെ, ഇവിടെ എന്നെ എടുത്തിരിക്കാം. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കി അപ്പം രണ്ടെണ്ണം എടുക്ക. ആ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. പിന്നെ
അങ്ങോട്ടാ പിടിച്ചോ റോബിന്റെ മോനെ നീയായിരുന്നു കുടുംബത്തിലൊരു പോക്കത്തിനെ കാണിക്കുന്നു. അയ്യോ ആരെ കണ്ണി മുളക് വെച്ചത്? അയ്യോ, പോലീസ് പിടിക്കവനെ, പിടിക്കവനെ, പോലീസ് പോകരുത്, പോകരുത്. ആള് നല്ല ചൂടില്ല, സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ അറിഞ്ഞില്ലേ നീ കയറി എഴുന്നള്ളിക്കാൻ നിൽക്കുന്നു വേണ്ട. എന്ത് ചെറ്റത്തരമാടാ നീ കാണിച്ച നോയിന്റെ മക്കളെ. എന്തിനാണ് ആറ്റുവാനോടെ വീട്ടിൽ പോയത്? നോക്കിറങ്ങിപ്പോണം ചോദിച്ച കേട്ടില്ലേ? എന്തിനാ ആറ്റുവാക്കാരെ വീട്ടിലേക്ക് കെട്ടിയെടുത്തെന്നു? കാട്ടാന കരിമ്പും കാട്ടി കയറിയ പോലെ ആയിരുന്നല്ലോടാ പ്രകടനം. എടാ, ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നതേ ആണത്തമല്ല. നീ എന്ത് പോക്കരത്തിനും കാണിച്ചാലും രക്ഷപ്പെടുത്താൻ ഞാനൊരു കോന്തലുണ്ടല്ലോ. ആ ഹുങ്കല്ലടാ കൊച്ചു. അയ്യോ കൊച്ചുകുട്ടനല്ല, എല്ലാം ഇവനാ ചെയ്തത്. നീ മിണ്ടി പോകും. അവര് നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നില്ല സാറേ. അതുകൊണ്ട് നീ എന്നും ചെയ്തോളൂ അല്ലേ? അതിക്രമിച്ച് വീട്ടിൽ കയറുക, പെണ്ണിനെ തട്ടിക്കൊണ്ടു പോരാൻ ശ്രമിക്കുക, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയെ ഉപദ്രവിക്കുക, കടലച്ചാറ് കണ്ണിക്കൂരി ഒഴിക്കുക. കേസ് ചാർജ് ഏതൊക്കെ വകുപ്പിലാണ് നീ അകത്താവുന്നറിയോ? പിന്നെ ഞാനല്ല ദൈവം തമ്മിൽ വിചാരിച്ചാലും നിന്നെ ഊരിക്കൊണ്ട് വരാൻ പറ്റില്ല. ഇതിലും ഭേദം അത് തന്നെയാ. അതേടാ ഇപ്പൊ എനിക്കും അതന്നെ തോന്നുന്നേ. നിന്നെ പൊക്കി ആമത്തിലിടാൻ ആ അഡീഷണൽ DGP സംഘം ഇറങ്ങി പുറപ്പെട്ടതാ. അവരുടെ കൈ നിന്നെ കിട്ടിയ നീ ബോക്കി ഉണ്ടാവുന്ന കൊള്ള പന്നി ചെയ്യാൻ ഞാൻ പെണ്ണുകാരെ ചത്തുകളെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ല നിന്റെ മോന്ത കണ്ടിട്ടൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബലത്തിലാണ് നിന്റെ ഈ തോന്നിയ സക്കളിയെങ്കിലേ ഇനി മുതൽ അത് വേണ്ട. കമ്മീഷൻ തൊപ്പി നമ്മൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്യണ്ട, അത് ഞാൻ തന്നെ ചുമന്നോളാം. നീ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് മുഴുവൻ മേലാഫീസർമാരുടെ മീശുരുട്ടിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യടാം.